നമസ്കാരം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കേരള എന്ന നമ്മുടെ സ്റ്റേറ്റിന്റെ പേര് കേരളം എന്നാക്കിയതിലുള്ള സന്തോഷത്താൽ കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം എന്ന പാട്ടിന്റെ ആദ്യ വരികൾ ആലപിച്ചു. അദ്ദേഹം സന്തോഷം പങ്കുവയ്ക്കാൻ, അദ്ദേഹത്തിന്റെ മലയാളി എന്ന രീതിയിൽ താൻ അഭിമാനിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താൻ, കേരളം എന്ന ആ പേര് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഗാനം ആലപിച്ചത്. പക്ഷേ അതിലും ഒരു വിമർശനം ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. ആ ഗാനത്തിന്റെ രചയിതാവായിട്ടുള്ള ശ്രീകുമാരൻ തമ്പി സുരേഷ് ഗോപിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? സുരേഷ് ഗോപി ശ്രീകുമാരൻ തമ്പിയുടെ പേര് പറഞ്ഞില്ല എന്ന്. എനിക്ക് വളരെ ദുഃഖം തോന്നി, വേദന തോന്നുകയാണ്. കാരണം ശ്രീകുമാരൻ തമ്പി സാറിനെയൊക്കെ ആരെങ്കിലും പേരെടുത്ത് പറഞ്ഞ് ഓർമ്മിക്കേണ്ട കാര്യമുണ്ടോ? മലയാള അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന മലയാളികൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇവരൊക്കെ എന്നും ഓർമ്മിക്കപ്പെടുന്ന ആളുകളല്ലേ. ശ്രീകുമാരൻ തമ്പി എന്നൊക്കെ പറയുന്ന വ്യക്തിക്ക്, ബഹുമാന്യനായിട്ടുള്ള പ്രതിഭയ്ക്കൊക്കെ പ്രത്യേകം സിംഹാസനം പോലും സ്വന്തമായിട്ടുണ്ട് അല്ലേ. അവർക്കൊന്നും പകരക്കാരില്ലാത്ത ആളുകളാണ് എന്ന് വിചാരിക്കുന്ന മലയാളികളാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നത്. മനഃപൂർവ്വം സുരേഷ് ഗോപി അങ്ങനെ ശ്രീകുമാരൻ തമ്പി എന്ന പേര് പറയാതിരുന്നു എന്നൊക്കെ കരുതുന്നുണ്ടോ? എത്ര അധപ്പതിച്ച രീതിയിലാണ് ശ്രീകുമാരൻ തമ്പി ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചതെന്നറിയാമോ? സുരേഷ് ഗോപിയെ വിമർശിച്ചുകൊണ്ട്. അതിന്റെ ഏതാനും വരികൾ ഞാനൊന്ന് വായിക്കാം. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി ഇന്ന് പാർലമെന്റിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതിനിടയിൽ കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം എന്ന ഗാനം പാടി അഭിമാന പുളകിതനായി. MT വാസുദേവൻ നായർ, ജോൺസൺ, വയലാർ, G ദേവരാജൻ തുടങ്ങിയ മലയാളികളായ പ്രഗത്ഭരെ അനുസ്മരിച്ച് സാഹിത്യത്തിലും സംഗീതത്തിലുമുള്ള തന്റെ താല്പര്യം അദ്ദേഹം വെളിവാക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം പാടിയ കേരളം കേരളം എന്ന പാട്ടെഴുതിയ ശ്രീകുമാരൻ തമ്പി എന്ന അടിയന്റെ പേര് പറയാൻ തയ്യാറായില്ല. ആ പറഞ്ഞതിൻ്റെ ധ്വനി നിങ്ങൾക്ക് മനസ്സിലായോ? അടിയന്റെ പേര് പറയാൻ കേന്ദ്രമന്ത്രി തയ്യാറായില്ല. സുരേഷ് ഗോപിയും ശ്രീകുമാരൻ തമ്പിയും ഒക്കെ തമ്മിൽ നല്ല ഒരു ബന്ധമുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു മാനസിക വിഷമം നേരിട്ടാലും അത് പ്രകടിപ്പിക്കേണ്ട രീതി ഇതാണോ? ഫോണിൽ വിളിച്ച് അല്ലെങ്കിൽ നേരിട്ട് കണ്ട് ഒന്ന് ചോദിക്കാവുന്നതേ ഉള്ളൂ. എന്താ സുരേഷ് ഗോപി ആ പാട്ട് പാടിയ സമയത്ത് എൻ്റെ പേര് കൂടി ഒന്ന് പരാമർശിക്കാമായിരുന്നല്ലോ, അതെന്തേ താങ്കൾ മറന്നുപോയോ എന്നൊന്നൊരു പരിഭവത്തിന്റെ ശബ്ദത്തിൽ ചോദിച്ചാലും അതിന് ഇത്രയും ബുദ്ധിമുട്ട് വരില്ലായിരുന്നു, ഇത്രയും വില കുറവാകില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ വളരെ ചെറുതായിപ്പോയി. ശ്രീകുമാരൻ തമ്പി സാർ വളരെ ചെറുതായിപ്പോയി ഇങ്ങനെ ഒരു പ്രകടനം നടത്തിയതിലൂടെ. ഈ സുരേഷ് ഗോപി എന്താണെങ്കിലും മനഃപൂർവ്വം അങ്ങനെ പറയാതിരിക്കില്ല എന്നാണ് നമ്മുടെയൊക്കെ ഒരു ധാരണ. സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് പറയുകയില്ല. അദ്ദേഹം ആ സമയത്ത് ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയിലായിരുന്നു. ആ പാട്ടൊക്കെ ആലപിക്കുന്നത് നമുക്ക് കേട്ടാൽ അറിയാം. പാട്ടിന്റെ വരികളിൽ പോലും ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സന്തോഷത്തിന്റെ അവസ്ഥയിൽ അദ്ദേഹം എഴുതി കൊണ്ടുവച്ചല്ലല്ലോ വായിക്കുന്നത്. അപ്പോൾ വായിൽ വന്ന പേരുകളൊക്കെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിൽ ഇത്രയും ഒരു തരം താഴ്ന്ന പ്രകടനം, വിമർശനം ഈ ശ്രീകുമാരൻ തമ്പി സാർ കാണിക്കേണ്ടിയിരുന്നില്ല, കാഴ്ചവെക്കേണ്ടിയിരുന്നില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു പക്ഷേ എൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ നാവിന് വഴങ്ങില്ലായിരിക്കും. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ? നമ്മൾ ഒന്നാമത്തെ കാര്യം ബഹുമാനം, സ്മരണ, കടപ്പാട്, അങ്ങനെ കുറേ നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത വികാരങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ നിലവാരത്തെ സൂചിപ്പിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്, നിലവാരത്തെ ആശ്രയിച്ചിരിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. ഇതൊന്നും വില കൊടുത്ത് വാങ്ങിക്കേണ്ട സാധനങ്ങളല്ല, അല്ലെങ്കിൽ പറഞ്ഞ് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ട സാധനങ്ങളല്ല. ഇത് തന്നില്ലെങ്കിൽ ആരെങ്കിലും ഓർമ്മപ്പെടുത്തുകയും ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇതൊക്കെ മനസ്സറിഞ്ഞ് അവരവർ സ്വാഭാവികമായിട്ട് നമുക്ക് തരേണ്ട കാര്യങ്ങളാണ്. നമ്മൾ പറയാറില്ലേ, പരാതിപ്പെടാറില്ലേ, നന്ദി എന്ന് പറയുന്ന ഒരു സാധനമില്ല, ഞാൻ എന്തൊക്കെ ചെയ്തതാണ്, നന്ദി വേണം, നന്ദി. അങ്ങനെ ചോദിക്കുന്നതിലൂടെ നമ്മുടെ വിലയാണ് കുറയുന്നത്. നമ്മൾ നന്ദി കാണിക്കാനും മാത്രമുള്ള എന്തെങ്കിലും ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരാ നന്ദി തിരിച്ചു കാണിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കും. വേറെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അവർക്കത് തിരിച്ചു ചെന്നോളും. നമ്മൾ ആ കൊടുത്ത വലിയ ഉപകാരം, വലിയൊരു ത്യാഗം അങ്ങനെ തന്നെ നിൽക്കുകയല്ലേ? അതല്ലേ ഏറ്റവും മഹത്വമുള്ളത്. പകരം ഒരു മഹാകവി എന്ന ലേബലിൽ എന്നെ ഒതുക്കി. അതായത് ഒരു മഹാകവി എന്നാണ് ശ്രീകുമാരൻ തമ്പി എന്ന പേരിന് പകരം സുരേഷ് ഗോപി അവിടെ ഉപയോഗിച്ചതെന്ന്. ഒരു മഹാകവി എന്ന പട്ടം ചെറുതായിട്ട് ശ്രീകുമാരൻ തമ്പി കാണുന്നുണ്ടോ? അല്ലെങ്കിൽ താങ്കളുടെ പേര് അവിടെ പറഞ്ഞിരുന്നെങ്കിൽ താങ്കൾക്ക് അധികമായിട്ട് എന്തെങ്കിലും കിട്ടുമായിരുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? താങ്കളൊക്കെ എത്ര വലിയ പൊസിഷനിലാണ് ജനങ്ങളുടെ മനസ്സുകളിൽ ജീവിക്കുന്നത്. കേരളീയരുടെ മനസ്സുകളിൽ താങ്കൾക്കൊക്കെ എവിടെയാണ് സ്ഥാനമെന്ന് നിങ്ങളൊക്കെ ഒന്ന് തിരിച്ചറിയണം. ഇങ്ങനെയൊക്കെ പറയുന്നതിലൂടെ നമ്മുടെ മനസ്സിലുള്ള ഈ വിഗ്രഹം ഉടയുക എന്നൊക്കെ പറയില്ലേ, ഇവരെ
കുറിച്ചൊക്കെയുള്ള ഒരു ധാരണയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. എന്നാൽ ഇവരൊക്കെ എന്തിന് ഇത്ര അധപ്പതിച്ച രീതിയിൽ വർത്തമാനം പറയുന്നത്? ഇങ്ങനെ എന്തിനാണ് സ്വന്തം വില കളയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ പേര് ആ സമയത്ത് വായിൽ കിട്ടിക്കാണില്ല, അദ്ദേഹം വിട്ടുപോയതായിരിക്കും, ആ മാനസികാവസ്ഥയിൽ ഈ പറഞ്ഞതുപോലെ അങ്ങ് പറഞ്ഞു പോയതായിരിക്കും. അതിനെ ഇങ്ങനെ എടുത്ത് കീറി മുറിച്ച് പരിശോധിച്ച് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ ഇടേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നു എന്നതാണ് നമ്മുടെ സംശയം. പാട്ട് പാടുന്നതിന് മുൻപ് വയലാർ, ദേവരാജൻ എന്നീ പേരുകൾ പറഞ്ഞതിൽ നിന്ന് ഈ ഗാനവും വയലാർ എഴുതിയത് എന്ന് ജനങ്ങൾ ധരിച്ചോട്ടെ എന്ന് ആ ശുദ്ധ ഹൃദയൻ വിചാരിച്ചു കാണും. ശുദ്ധ ഹൃദയൻ എന്നൊക്കെ കൊട്ടുന്നതാണ്, സുരേഷ് ഗോപിക്കിട്ട് കൊട്ടിയതാണ്. അത്ര ശുദ്ധമല്ലാത്ത ഹൃദയമുള്ളവൻ എന്നാണ് ശ്രീകുമാരൻ തമ്പി ഉദ്ദേശിച്ചത്. എന്നിട്ടാണ് ശുദ്ധ ഹൃദയൻ എന്ന് വിശേഷിപ്പിച്ചത്. അതായത് വയലാറോ ദേവരാജനോ ഒക്കെ എഴുതിയതാണെന്ന് ജനങ്ങൾ അങ്ങ് വിചാരിച്ചോട്ടെ എന്ന്. കേരളം കേരളം എന്നല്ല, എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും ഗാനങ്ങളുടെ തൂലിക ചലിപ്പിച്ചത് ഏതൊക്കെ ഗാനങ്ങൾക്കാണ് ശ്രീകുമാരൻ തമ്പി തൂലിക ചലിപ്പിച്ചിട്ടുള്ളത്, ഏതൊക്കെ ഗാനങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്നത്, ഇതൊക്കെ ജനങ്ങൾക്കറിയാം, ജനങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഒരു സുരേഷ് ഗോപി അവിടെ നിന്ന് ശ്രീകുമാരൻ തമ്പി എന്ന പേര് പറഞ്ഞിട്ട് വേണ്ട അങ്ങയുടെ പേര് ഞങ്ങളുടെ മനസ്സുകളിൽ ഓർമ്മ വരാൻ, അല്ലെങ്കിൽ അങ്ങാണ് ഇത് എഴുതിയതെന്ന് ഞങ്ങൾ തിരിച്ചറിയാൻ. അതൊക്കെ മനസ്സിലാക്കൂ. ഇങ്ങനെയൊക്കെ ഇവരുടെയൊക്കെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടി വരുന്നത് പോലും ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. കേരളത്തെക്കുറിച്ചുള്ള ഒരു മികച്ച ഗാനമായി എല്ലാ മലയാളികളും അംഗീകരിച്ചിരിക്കുന്ന ഈ ഗാനത്തിന്റെ രചയിതാവായ എൻ്റെ പേര് ആ നല്ല അവസരത്തിൽ പറയാതിരിക്കാൻ സുരേഷ് ഗോപിക്ക് മുന്നിൽ 2-3 കാരണങ്ങളുണ്ട്. അതായത് 2-3 കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ സിനിമാ മേഖലകളിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും തന്നോട് എത്രമാത്രം കടപ്പാടുള്ള ആളായിരിക്കണം സുരേഷ് ഗോപി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വിശദീകരിക്കുകയാണ്. ആദ്യമായിട്ട് സുരേഷ് ഗോപിക്ക് അഭിനയിക്കാൻ അവസരം കൊടുത്തത്, നായകനാകാൻ അവസരം കൊടുത്തത് താനാണ്. പക്ഷെ നന്ദിയൊന്നും താൻ ആരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ബന്ധു ആര് ശത്രു ആര് എന്ന ഒരു ഗാനം കൂടി രചിച്ചിട്ടുണ്ട്, അതും കൂടി ഇടയ്ക്കൊന്ന് പാടണമെന്ന് ആഗ്രഹിക്കുകയാണ് സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിക്കിട്ട് കൊട്ടിക്കൊണ്ടാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ച് വെച്ചിരിക്കുന്നത്. അതിൽ ഒരുപാട് വേദന എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ സംസാരിച്ചത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് എനിക്കറിയില്ല. സുരേഷ് ഗോപി പറയാതിരുന്നത് മോശമായി പോയി എന്ന ഒരു വേദന വേറെ. ആ സുരേഷ് ഗോപിക്ക് പറയാമായിരുന്നു, ഇത് പാടിയപ്പോൾ അതിൻ്റെ ഗാനരചയിതാവ് ഇന്ന ആളായിരുന്നു എന്നുകൂടി സൂചിപ്പിക്കാമായിരുന്നു, അത് വേറൊരു കാര്യം. പക്ഷേ സൂചിപ്പിച്ചില്ല എന്ന് കരുതി അത് മനഃപൂർവ്വമാണെന്നോ, അത് ശ്രീകുമാരൻ തമ്പി സാറിനെ മോശക്കാരനാക്കാൻ വേണ്ടിയാണെന്നോ, താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയാണെന്നോ, അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ചെറുതാക്കാൻ വേണ്ടിയാണെന്നോ, അല്ലെങ്കിൽ നന്ദികേട് കാണിക്കാൻ വേണ്ടിയാണെന്നോ ഒക്കെ വ്യാഖ്യാനിച്ചാൽ നമുക്കതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള മഹാന്മാർ, നമ്മൾ മനസ്സിൽ വലിയ പദവികൾ കൊടുത്തിരിക്കുന്ന ആളുകൾ സ്വയം ചെറുതാകാതിരിക്കാൻ ഇനിയെങ്കിലും ശ്രമിക്കുക. നിങ്ങളൊക്കെ മറ്റുള്ളവർക്ക് മാതൃകകളാകേണ്ടവരാണ്. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ എല്ലാ കാലവും ജീവിക്കുന്ന അക്ഷരങ്ങളാണ് നിങ്ങൾ കുറിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങയോടുള്ള വലിയ കടപ്പാടും സ്നേഹവും ബഹുമാനവും ഒക്കെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്, ചെറുതാകാതിരിക്കുക.